ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈദിൻ്റെ ടൈം ഉണ്ടാക്കാൻ പറ്റിയ 3 കിടിലൻ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് കേട്ടോ. പിന്നെ ഇതിൽ ഞാൻ കഴിഞ്ഞ പാർട്ടി വ്ളോഗിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിന്. പക്ഷെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിന് ഇത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തുകൂടെയെന്ന്. അതാണ് ഇതും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയത് കേട്ടോ. ഇത് ബ്രെഡ് വെച്ചിട്ട് മിൽക്ക് കേക്ക് റെഡിയാക്കുന്നതാണ്. അടിപൊളി ടേസ്റ്റാണ്. വീഡിയോ എന്തായാലും കണ്ടോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു മിൽക്ക് കേക്ക് റെഡിയാക്കാൻ വേണ്ടിക്ക് ആദ്യം തന്നെ വേണ്ടത് പാലാണ്. ഞാനിപ്പോൾ 2 പാക്കറ്റ് പാൽ 1 ലിറ്റർ പാൽ മിക്സിയുടെ ജാറിൽ ഒഴിച്ച് കൊടുക്കലാണ്. നിങ്ങൾ എത്ര പുഡിങ് എടുക്കുന്നോ നിങ്ങൾ എത്ര പുഡിങ് ഉണ്ടാക്കുന്നോ അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക. അത് 1 കപ്പ് വേണം കേട്ടോ. ഫ്രഷ് ക്രീം 250 ml കപ്പിൽ. ഇനിയിപ്പം 1 കപ്പ് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുക. പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡിൻ്റെ അളവ് കുറച്ച് കൊടുക്കുക. പാൽപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പം മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം ഇത് അടിച്ചെടുക്കുക. ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കലാണ്. ഇനിയിപ്പം വേണ്ടത് ബ്രെഡാണ്. ബ്രെഡിൻ്റെ സൈഡെല്ലാം കട്ടാക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് ഏത് പുഡിംഗ് ട്രയലാണോ നിങ്ങൾ സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് ആദ്യത്തെ ലെയറായിട്ട് ബ്രെഡ് വെച്ച് കൊടുക്കുക. അപ്പോൾ ബ്രെഡിൻ്റെ സൈഡെല്ലാം കട്ടാക്കിയിട്ട് ഞാൻ ആദ്യത്തെ ലെയറായിട്ട് ബ്രെഡ് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഇതുപോലെ തന്നെ ഞാൻ മിൽക്ക് കേക്കിൻ്റെ റെസിപ്പി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആലിയ ഭട്ട് മിൽക്ക് കേക്ക് റെസിപ്പി ഇർഫാന ഷംഷീർ എന്നെല്ലാം ടൈപ്പ് ചെയ്തതിനാൽ നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ സെയിം ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ നമ്മളിത് ഏറ്റവും ഈസി ആയിട്ട് ബ്രെഡ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. പിന്നെ ബ്രെഡ് സെലക്ട് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. പുതിയ ബ്രെഡെല്ലാം എടുക്കാൻ ഡേറ്റ് എല്ലാം നോക്കിയിട്ട് പുതിയ ബ്രെഡ് തന്നെ എടുക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ബ്രെഡിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ ഈ ഒരു മിൽക്കിൽ നമ്മൾ മിൽക്ക് മെയ്ഡും ഫ്രഷ് ക്രീമും പാലും കൂടി മിക്സ് ആക്കിയത് അത് ഇതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു ബ്രെഡിൽ മൊത്തത്തിൽ സോക്കായിട്ട് വരണം ഈ ഒരു മിൽക്ക്. അപ്പോൾ കുറച്ചധികം തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് അടുത്ത ലെയറായിട്ടും നമ്മൾ സൈഡെല്ലാം കട്ടാക്കിയ ബ്രെഡ് തന്നെയാണ് കേട്ടോ വെച്ച് കൊടുക്കണ്ടേ. അപ്പോൾ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഇതുപോലെ ആ ഒരു മിൽക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ബ്രെഡിൽ മൊത്തത്തിൽ കുതിർന്ന് വരുന്ന രീതിയിൽ കുറച്ചധികം തന്നെ ഒഴിച്ചു കൊടുക്കണം. എന്നാലാണ് ആ ഒരു പെർഫെക്റ്റ് മിൽക്ക് കേക്കിൻ്റെ ആ ഒരു ടെക്സ്ചറും ടേസ്റ്റിലും നമ്മുടെ ബ്രെഡിന് കിട്ടുക കേട്ടോ. ഇനിയിപ്പം ഇത് നമുക്ക് ഫ്രീസറിൽ വെച്ച് കൊടുക്കാം. 1/2 മണിക്കൂറോ 1 മണിക്കൂറോ ഫ്രീസറിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ നല്ലോണം ഒന്ന് പ്രസ്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വേണം ഇത് ഫ്രീസറിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിക്ക്. ഇനി വേറൊന്നുമില്ല, ഇതിന് മുകളിൽ നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് സെറ്റാക്കി എടുക്കണം. ഞാനിപ്പോൾ ഫ്രീസറിൽ ഒരു 1/2 മണിക്കൂർ വെച്ചിട്ടുണ്ട്. 1 മണിക്കൂറോ 1/2 മണിക്കൂറോ വെച്ച് കൊടുക്കുക. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ വിപ്പിംഗ് ക്രീം ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീം ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. 1 കപ്പ് വിപ്പിംഗ് ക്രീം എല്ലാം ഞാനിപ്പം 1 കപ്പാണ് വിപ്പിംഗ് ക്രീം ബീറ്റാക്കി എടുത്തത്. 1/2 കപ്പ് മതി കേട്ടോ. ഒരു പുഡിംഗ് എല്ലാം എന്നുണ്ടെങ്കിൽ ബീറ്റാക്കി എടുക്കുക. എന്നിട്ട് നല്ലോണം കേക്കിനെല്ലാം ചെയ്യുന്ന പോലെ സ്റ്റിഫായിട്ട് തന്നെ ബീറ്റാക്കി എടുക്കുക. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റാക്കി എടുക്കുക. 1/2 മണിക്കൂർ അല്ലാന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് കൊടുക്കുക. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ആ ഒരു മിൽക്കിൽ കുറച്ച് ബാക്കി വെക്കണം കേട്ടോ. ഈ മിൽക്ക് കേക്കിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിനി. പിന്നെ ഞാനിതൊരു പാർട്ടി വ്ളോഗിൽ ചെയ്തതാണെന്ന് പറഞ്ഞിട്ടില്ലേ. പാർട്ടി വ്ളോഗ് കാണാത്തവരാണെങ്കിൽ എന്തായാലും കണ്ടോക്കാം. മാഷാ അല്ലാഹ് ഒരുപാട് നല്ല നല്ല കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിന്. എല്ലാവരും കമൻറ്റ് വായിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും കമൻറ്റും ചെയ്യാം. ഇനിയിപ്പോൾ ഇതിന് മുകളിലായിട്ട് ഞാൻ നല്ലോണം തണുത്ത് വന്ന് ഇനിയിപ്പം ഇതിന് മുകളിലായിട്ട് ഞാൻ പിസ്ത വെച്ചിട്ട് സെറ്റാക്കി എടുക്കലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തെങ്കിലും ബദാമോ പിസ്തയോ കശനട്ടോ എന്തായാലും കുഴപ്പമില്ല, ഒന്ന് സെറ്റാക്കി എടുക്കാം. പിന്നെ ലേഡീസിന് ഉപകാരപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ ഷെയർ ആക്കാം കേട്ടോ. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു വരുമാനം ഉണ്ടാകുന്നുള്ളത് നമ്മളെല്ലാ സ്ത്രീകളുടെയും ഒരു സ്വപ്നമാണ്. ഈ ഒരു സ്വപ്നം നേടിയെടുക്കാനില്ലേ സ്വിസ് ഹോം അക്കാദമി നമ്മളെ ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് 50-ലധികം കോഴ്സുകളുണ്ട്. കോഴ്സുകൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സർട്ടിഫിക്കറ്റ് ഇവർ കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളും കൂടി ഞാൻ പറഞ്ഞുതരാം. മോണ്ടിസറി TTC, അറബിക് TTC, പ്രീ പ്രൈമറി TTC, കാലിഗ്രാഫി, കേക്ക് ബേക്കിംഗ്, ബ്യൂട്ടീഷ്യൻ കോഴ്സ്, റെസിൻ ആർട്ട്, പിന്നെന്താ സ്റ്റിച്ചിങ്, മെഹന്തി ഡിസൈനിങ്, ബ്രൈഡൽ മേക്കപ്പ്, അങ്ങനെ ഒരുപാട് കോഴ്സുകൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മോണ്ടിസറി TTC കഴിഞ്ഞവർക്കില്ലേ വിദേശ രാജ്യങ്ങളിലെല്ലാം ജോലി ലഭിക്കുകയും ചെയ്യും. പിന്നെ കോഴ്സ് കഴിയുന്നതിന് മുമ്പ് തന്നെ നാട്ടിൽ പല സ്ഥലത്തും അവർക്ക് ജോലി ലഭിച്ചവരും ഉണ്ട് കേട്ടോ. പിന്നെന്താ ടീച്ചറാവാനെല്ലാം ആഗ്രഹിക്കുന്നവർക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഓൺലൈനായിട്ട് പഠിച്ചിട്ട് ജോലി നേടാനും പറ്റും. പിന്നെ കുട്ടികളുടെ വെക്കേഷൻ ക്ലാസ് ഉപകാരപ്രദമാക്കാനുള്ള കോഴ്സുകളും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹാൻഡ് റൈറ്റിംഗ് കോഴ്സ്,
എന്താ പറയുക ബേസിക് മലയാളം, ഹിന്ദി, അറബിക്ക്, ഇംഗ്ലീഷ്, കാലിഗ്രാഫി, ആക്ടിവിറ്റി, അങ്ങനെ ഒരുപാട് കോഴ്സുകൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് 2 മാസത്തേക്കുള്ളത്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കുക. നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്തോട്ടാ. ഇതാ നമ്മുടെ ബ്രെഡ് മിൽക്ക് കേക്ക് റെഡി ആയിട്ടുണ്ട്. മിൽക്ക് കേക്ക് ആകുമ്പോൾ നമുക്ക് അതിന് മുകളിലായിട്ട് മിൽക്ക് വയ്ക്കണ്ടേ. അപ്പോൾ ഇതാ ഞാൻ നേരത്തെ കുറച്ച് മിൽക്ക്, ആ ഒരു ഫ്രഷ് ക്രീമും എന്താ പറയുക പാലും മിൽക്ക് മെയ്ഡും തമ്മിലുള്ള മിക്സിയില്ലേ, അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കലാണ്. എന്നിട്ടാണ് കേട്ടോ ഇത് സെർവ് ചെയ്യേണ്ടേ. പിന്നെ ആ ഒരു മിൽക്കിലേക്ക് കുറച്ച് വനില എസൻസും കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ ആദ്യം പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു ടെക്സ്ചറാണ്. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. ഇനിയിപ്പം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന 2 കിടിലൻ പുഡിങ്ങിൻ്റെ റെസിപ്പിയും കൂടി കാണിക്കാം. ഞാനിപ്പം 2 പുഡിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു 3 പാക്കറ്റ് പാല് പൊട്ടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം വേണ്ടത് വെർമിസെല്ലിയാണ്. റോസ്റ്റ് ചെയ്ത വെർമിസെല്ലിയും കിട്ടും, അല്ലാത്തതും കിട്ടും കേട്ടോ. ഇതിപ്പം റോസ്റ്റ് ചെയ്യാത്തതാണ്. ഞാനിപ്പോൾ ഇതാ ഒരു പാത്രത്തിലേക്ക്, ഒരു പ്ലേറ്റിലേക്ക് ഇത് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം പൊടിച്ചെടുക്കണം. കൈ വെച്ചിട്ട് നല്ലോണം പൊടിച്ചെടുക്കുക. നമ്മൾ നവാബിസമായി ചെയ്തിട്ടില്ലേ, സെയിം അതേ മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ഒരുപാട് പേര് നവാബിസമായിൻ്റെ റെസിപ്പി ട്രൈ ചെയ്തിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് നല്ല നല്ല കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. താങ്ക് യു സോ മച്ച്. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് പൊടിച്ച പഞ്ചസാരയാണ്. ഞാനിപ്പോൾ ഇതാ 3 ടേബിൾ സ്പൂണോളം പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനൊരു പാക്കറ്റ് വെർമിസെല്ലിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതാ 3-4 നിങ്ങളെ മധുരത്തിനനുസരിച്ച് പൊടിച്ച പഞ്ചസാര. ഇനിയിപ്പോൾ ഇതിലേക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 3 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ എല്ലാം പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. അതും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 50 ഗ്രാം ബട്ടർ മെൽറ്റാക്കിയതാണ്. ഇതിൻ്റെ അളവും നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക, നിങ്ങളെ ടേസ്റ്റിനനുസരിച്ച്. കുറച്ചുകൂടി ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ 100 ഗ്രാം ബട്ടറെല്ലാം എടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഒരു 2 ടേബിൾ സ്പൂണെല്ലാം ഗീ ഇല്ലേ, അത് ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല. അപ്പം ഗീയെല്ലാം ആകുമ്പോൾ നല്ലോണം ഫ്ലേവർ ഉണ്ടാവും കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഇതാ എല്ലാം കൂടിയിട്ട് കൈവച്ചിട്ട് മിക്സ് ആക്കി എടുക്കുക. അപ്പം ഇതിങ്ങനെ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടകളൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നമ്മൾ പാനിൽ വെച്ചിട്ടൊന്ന് റോസ്റ്റ് ആക്കി എടുക്കണം. അതിന് മുമ്പായിട്ട് ഇതിങ്ങനെ മിക്സ് ആക്കി എടുത്താൽ മാത്രമേ കട്ടകളില്ലാണ്ട് നമുക്കിങ്ങനെ മിക്സ് ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഞാൻ കൈ വെച്ചിട്ട് നല്ലോണം പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പം ഇത് വേറൊരു പാനിലേക്ക് മാറ്റി കൊടുക്കലാണ്. എന്നിട്ട് ഇതൊന്ന് റോസ്റ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ലോ ഫ്ലെയിമിൽ ഒരു 5-6 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഇതാ നമ്മൾ പാല് ചൂടാക്കാൻ വെച്ചിട്ടില്ലേ, 3 പാക്കറ്റ് പാലാണ് 2 പുഡിങ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കസ്റ്റേർഡ് പൗഡറും പിന്നെന്താ കോൺഫ്ലോറുമാണ്. ഞാനിപ്പം 3 ടേബിൾ സ്പൂണ് കസ്റ്റേർഡ് പൗഡറും 3 ടേബിൾ സ്പൂൺ തന്നെ കോൺഫ്ലോറും എടുത്തിട്ടുണ്ട്. എന്നിട്ട് രണ്ടും കൂടി മിക്സ് ആക്കി എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് നല്ലോണം കട്ടകളൊന്നും ഇല്ലാണ്ട് മിക്സ് ആക്കിയിട്ട് ഈ ഒരു പാലിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. നല്ലോണം കൈവിടാണ്ട് ഇളക്കി കൊടുക്കുക കേട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് ഇതുപോലെ നല്ലോണം മിക്സ് ആക്കി എടുക്കുക. ഈ ഒരു തിക്നെസ്സിൽ മതി കേട്ടോ. നമ്മൾ കസ്റ്റേർഡ് ചെയ്യുന്ന പോലെ നല്ലോണം തിക്കാവണ്ട. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മുടെ വെർമിസെല്ലിയും കൂടി കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഞാനിത് ഒരു പുഡിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആദ്യത്തെ ലെയറായിട്ട് നമ്മൾ വെർമിസെല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിങ്ങനെ തന്നെ കഴിക്കാനും ടേസ്റ്റിയാണ് കേട്ടോ. ഇത് വെച്ചിട്ടുള്ള ബോൾസ് എല്ലാം ഞാൻ ഒരു 6 മാസം മുമ്പേലെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. വെർമിസെല്ലി വെച്ചിട്ട് മിൽക്ക് മെയ്ഡെല്ലാം വെച്ചിട്ടുള്ള ഒരു ബോൾസിൻ്റെ റെസിപ്പിയെല്ലാം കാണിച്ചിട്ടുണ്ട്. അതിൽ തന്നെ നവാബി സമായിൻ്റെ റെസിപ്പിയും കാണിച്ചിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. ഇനിയിപ്പം രണ്ടാമത്തെ ലെയറായിട്ട് ഞാൻ ചെയ്തെടുക്കുന്നത് ആ ഒരു ക്രീമില്ലേ, നമ്മൾ കസ്റ്റേർഡ് കോൺഫ്ലോർ മിക്സ് ആക്കിയ ആ ഒരു ക്രീം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം ബാക്കിയുള്ള മിക്സിലേക്ക് ഞാൻ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കലാണ്. അത് വേറൊരു പുഡിങ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ആദ്യം തന്നെ ചൂടോടുകൂടി തന്നെ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് വെക്കലാണ്. കാര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് തിക്കാവാൻ ചാൻസ് ഉണ്ട്, കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ആദ്യത്തെ പുഡിങ്ങില്ലേ, അതിന് മുകളിലായിട്ട് വെർമിസെല്ലി നമ്മൾ റെഡിയാക്കി വെച്ച വെർമിസെല്ലി വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് അലങ്കരിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ അതിൻ്റെ സൈഡിലായിട്ട് ഞാൻ പിസ്ത പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പിസ്തയും ബദാമും പൊടിച്ചിട്ടില്ലേ, 2 സ്വീറ്റ്സിൻ്റെ റെസിപ്പി കാണിച്ചിട്ടില്ലേ, അതിൻ്റെ പിസ്ത തന്നെയാണ് കേട്ടോ. അതിൻ്റെ ബദാമും പിസ്തയും തന്നെയാണ്. ഇനിയിപ്പോൾ ഇതിന് മുകളിൽ തൊലികൾ തന്നെ ബദാമും കൂടി വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ആദ്യത്തെ പുഡിങ് റെഡിയായി. അടിപൊളി ടേസ്റ്റാണ്. നവാബി സമായിൻ്റെ ടേസ്റ്റ് അല്ല കേട്ടോ, അതിൽ നിന്നും വ്യത്യസ്തമായ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രീമില്ലേ, നമ്മൾ കസ്റ്റേർഡ് ഉണ്ടാക്കിയിട്ടില്ലേ, ആ ഒരു ക്രീമിലേക്ക്
നമുക്ക് എന്താ പറയുക വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുക, മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക, ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക, ഒരു അരക്കപ്പല്ല നിങ്ങളെ മധുരത്തിനനുസരിച്ച്. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയി, ഞാൻ ഇതിൽ പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിന് കേട്ടോ ആ ഒരു ക്രീമിലേക്ക്, കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ അടിപൊളി പുഡിങ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ചെയ്ത് കൊടുക്കുക, ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ ഇതാ ഞാൻ രണ്ടാമത്തെ പുഡിങ് സെറ്റാക്കുന്നത് ബിസ്ക്കറ്റ് വെച്ചിട്ടാണ്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്രെഡിൽ ചെയ്യാം. ഇതന്നെ ബ്രെഡിലും റസ്കിലെല്ലാം ചെയ്യുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് 1 വർഷം മുന്നേ. ഇർഫാന ഷംഷീർ പുഡിങ് റെസിപ്പിന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വിപ്പിംഗ് ക്രീമും ബ്രെഡെല്ലാം വെച്ചിട്ട് ഈ ഒരു ക്രീമെല്ലാം വെച്ചിട്ടുള്ള ഒരുപാട് ടൈപ്പ് പുഡിങ് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഞാൻ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കണ്ടോക്കാം. ഇനിയിപ്പോൾ ഇതാ ആദ്യത്തെ ലെയറായിട്ട് ഞാൻ ബിസ്ക്കറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആദ്യത്തെ ലെയറായിട്ട് നിങ്ങൾക്ക് ബ്രെഡ് വേണമെങ്കിൽ വെച്ച് കൊടുക്കുക, എന്തെങ്കിലും കേക്ക് ഐറ്റംസ് വേണമെങ്കിൽ വെച്ച് കൊടുക്കുക. അതെല്ലാം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ബിസ്ക്കറ്റിന് മുകളിലായിട്ട് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചൂടുള്ള പാലൊന്നും വേണമെന്നില്ല, തണുത്തതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ക്രീമില്ലേ, മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത ക്രീം, അതാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ചൂടോടുകൂടി തന്നെയാണ് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുത്തത്. മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുമ്പോൾ ചൂടോടുകൂടി ഒഴിച്ച് കൊടുക്കുക. ഇതിന് മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റ്, കുക്കിംഗ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്, അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതും നല്ലോണം തണുപ്പിച്ചിട്ട് സെർവ് ചെയ്യാം കേട്ടോ. അടിപൊളി ടേസ്റ്റിയാണ്. നിങ്ങൾ എന്തായാലും ഈ ഒരു 3 പുഡിങ്ങും ഉണ്ടാക്കി നോക്കുക. പിന്നെ ഇതുപോലെ തന്നെ ഇതിനുണ്ടാക്കാൻ പറ്റിയ പായസത്തിൻ്റെയും ഒരുപാട് റെസിപ്പീസ് ഞാൻ ചെയ്തിട്ടുണ്ട്, സ്വീറ്റ് റെസിപ്പീസും എല്ലാം ചെയ്തിട്ടുണ്ട്. കാണാത്തവർ എന്തായാലും കണ്ടുനോക്കുക. ലുക്ക് ചെയ്യുമ്പോഴത്തെല്ലാം ഒരുപാട് പേര് ഉണ്ടാക്കിയിട്ട് നല്ല നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക ചാനലിൽ പോയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും, ബൈ.